ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹീമോഡൈനാമിക്സിലെ തന്നെ ഇൻഫാക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ നോക്കാം. അപ്പം ഇൻഫാക്ഷൻ പറയുമ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കോമൺ നമ്മൾ കണ്ടുവരുന്ന ഇൻഫാക്ഷൻസ് ഏതൊക്കെ അത് പറയാനുണ്ട്. പിന്നെ അടുത്തത് അതിൻ്റെ കോസസ് ഓഫ് ഇൻഫാക്ഷൻ പറയാനുണ്ട്. പിന്നെ അടുത്തത് അതിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു ഇൻഫാക്ഷൻ്റെ ഔട്ട്കം. പിന്നെ അടുത്തത് അതിൻ്റെ മോർഫോളജി, അതായത് ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫാക്ഷനിൽ പറയേണ്ടത്. ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഡെഫിനിഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇൻഫാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലോക്കലൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഇസ്കെമിക് നെക്രോസിസ് കോസ്ഡ് ബൈ ഒക്ലൂഷൻ ഓഫ് ഐദർ ഓഫ് ദി ആർട്ടറിയൽ ബ്ലഡ് സപ്ലൈ ഓർ ദി വീനസ് ഡ്രെയിനേജ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഒരു ഓർഗനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതൊരു ടിഷ്യൂ ആണെന്ന് വിചാരിക്കുക. ഇങ്ങോട്ടുള്ള ഒരു ബ്ലഡ് വെസലാണിത്. ഇതൊരു ആർട്ടറി ആവാം, വെയിൻ ആവാം, എന്തും ആവാം. അപ്പോൾ ഈ ഒരു സാധനം എന്താവുന്നത്, ഒക്ലൂഡ് ആവുന്നത്, ഇവിടെ എന്തെങ്കിലും വന്നിട്ട് ഒക്ലൂഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈയോ വീനസ് ഡ്രെയിനേജോ ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്ത് പറ്റും, ഇതിന് ഇസ്കീമിയ വരും. ഇസ്കീമിയ വന്ന് ഇങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ പോയി. അപ്പോൾ O2 ഇല്ല, ന്യൂട്രിയൻസ് ഇല്ല, ഒന്നുമില്ല, ഇയാൾ ഫങ്ഷനിലാവില്ല. അപ്പോൾ ആ ഒരു സംഭവം, അതായത് ഈ ഒരു എന്താ പറയുക, ആർട്ടറിയൽ ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ വീനസ് ഡ്രെയിനേജിന് ഉണ്ടാകുന്ന ഒക്ലൂഷൻ കാരണം ഇതിലൊരു ഇസ്കീമിക് നെക്രോസിസ് ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ഇസ്കെമിക് നെക്രോസിസ് കോസ്ഡ് ബൈ ഒക്ലൂഷൻ ഓഫ് വാസ്കുലർ സപ്ലൈ ടു ദി അഫക്റ്റഡ് ടിഷ്യൂ. അപ്പോൾ ഈ ടിഷ്യൂലോട്ടുള്ള വാസ്കുലർ സപ്ലൈ ഒക്ലൂഡായി, അത് കാരണം ഇസ്കീമിക് നെക്രോസിസ് ഉണ്ടായി. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഫാക്ഷൻ. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പം നമ്മൾ ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ കോമൺ ടൈപ്സ് ഓഫ് ഇൻഫാക്ഷൻ. അത് ഞാൻ ഈ ടേബിളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോമൺ ടൈപ്സ് ഓഫ് ഇൻഫാക്ഷൻ. അതിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ട്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, പൾമിനറി ഇൻഫാക്ഷൻ, പിന്നെ സെറിബ്രൽ ഇൻഫാക്ഷൻ, പിന്നെ ഇൻറ്റെസ്റ്റൈനൽ ഇൻഫാക്ഷൻ, ഗാംഗ്രീൻസ്. അപ്പോൾ ഇതിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഏകദേശം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വളരെ ഫേമസ് ആണ്. MI വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. എന്താ പറയുക, നല്ല റിസ്ക് ഉള്ള സംഭവമാണ്. പിന്നെ അടുത്തത് സെറിബ്രൽ ഇൻഫാക്ഷൻ. സെറിബ്രൽ ഇൻഫാക്ഷനും അതേപോലെ തന്നെ കാര്യം ന്യൂറോൺസ് പെട്ടെന്ന് ഡാമേജ് ആകും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാര്യം അതിന് ഹൈപ്പോക്സിയ വന്നു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് ന്യൂറോൺസ്, പറയാം. പിന്നെ അടുത്തത് പൾമിനറി ഇൻഫാക്ഷൻ, അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റെസ്റ്റൈൻ, ബൊവൽ ഇൻഫാക്ട്സ്, പിന്നെ ഗാംഗ്രീൻസ്. ഈ ഗാംഗ്രീൻ എന്നൊക്കെ പറയുമ്പം ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ ലോവർ എക്സ്ട്രിമിറ്റീസിൽ കണ്ടുവരുന്നതാണ് ഗാംഗ്രീൻസ് ഒക്കെ. അപ്പോൾ ഇതാണ് കോമൺ ടൈപ്സ് ഓഫ് ഇൻഫാക്ഷൻസ്. ഏതൊക്കെയാണ്? മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സെറിബ്രൽ ഇൻഫാക്ഷൻ, പൾമിനറി ഇൻഫാക്ഷൻ, ഇൻറ്റെസ്റ്റൈനൽ ഇൻഫാക്ഷൻ ആൻഡ് ഗാംഗ്രീൻസ്. അപ്പം നമ്മൾ കോമൺ ടൈപ്സ് ഓഫ് ഇൻഫാക്ഷനും കണ്ടു. ഇനി അടുത്തത് വാട്ട് ആർ ദി കോസസ് ഓഫ് ഇൻഫാക്ഷൻ. അടുത്തത് ടോപ്പിക്കാണ് കോസസ് ഓഫ് ഇൻഫാക്ഷൻ. നോക്കാം. അപ്പം കോസസ് പറയുമ്പം അത് നമ്മൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതൊരു ഓർഗൻ ആണെങ്കിൽ ഇങ്ങോട്ടുള്ള നമ്മുടെ പ്രശ്നം എന്താ, ഇങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. അപ്പോൾ ഇതൊരു ഓർഗൻ ആണെങ്കിൽ ഇങ്ങോട്ട് ബ്ലഡ് സപ്ലൈ കൊണ്ടുപോകുന്ന ഒരു ആർട്ടറിയും കാണും, പിന്നെ അതുപോലെ തന്നെ എന്തും കാണും, ഒരു വെയിനും കാണും അല്ലേ. ആർട്ടറിയും കാണും, പിന്നെ ഒരു വെയിനും കാണും അല്ലേ, അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ കൊണ്ടുപോകുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരിൽ ഉണ്ടാകുന്ന ഒക്ലൂഷൻ, അത് കാരണമാണ് ഈ പറയുന്ന ഇസ്കീമിയ ഉണ്ടാകുന്നത് അല്ലേ. ഈ ടിഷ്യൂലോട്ട് എത്തുന്നില്ല, ബ്ലഡ് എത്തുന്നില്ല. അപ്പോൾ ഒന്നിക്കലൊരു ആർട്ടറിക്കൊരു പ്രശ്നം വന്നേക്കാം, അല്ലെങ്കിൽ ഒരു വെയിനൊരു പ്രശ്നം വന്നേക്കാം, ഒക്ലൂഷൻ വന്നേക്കാം. അത് കാരണമാണ് എന്തുണ്ടാവുന്നത്, ഈ ഇൻഫാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കാം, രണ്ട് കോസസ്. വി ക്യാൻ ഹാവ് ദി ആർട്ടീരിയൽ കോസസ് ആസ് വെൽ ആസ് ദി വീനസ് കോസസ്. അപ്പോൾ രണ്ട് കോസസ് ഉണ്ട്, ആർട്ടീരിയലുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, വീനസ് ഉണ്ട്. നോക്കാം. അപ്പോൾ ആർട്ടീരിയലാണെങ്കിൽ, പക്ഷേ ഇത് രണ്ടും ഏകദേശം സെയിമാണ്. അപ്പോൾ ആർട്ടീരിയലാണെങ്കിൽ എന്തായിരിക്കും, ത്രോംബസ് ഉണ്ടാവും. വീനസ് ആണെങ്കിൽ എന്തായിരിക്കും, ത്രോംബസ് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളായിരിക്കും എംബോളസ്. ത്രോംബസ് എംബോളസും ഞാൻ മറ്റൊരു ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അതിനെക്കുറിച്ച്. ത്രോംബസും അതുപോലെ തന്നെ എംബോളസും മറ്റൊരു വീഡിയോയിൽ ചെയ്യാം, എംബോളസ് ആൻഡ് ത്രോംബസ്. അപ്പോൾ ഇത് രണ്ട് തന്നെയാണ് അധികം ഉണ്ടാവുക. പിന്നെ മൂന്നാമത് ആരായിരിക്കും, അതായത് നമ്മുടെ ബോഡിയിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും വളരെ കോമൺ ആയിട്ടുള്ളൊരു കോസസ് മലിഗ്നൻസി ആയിരിക്കും. ഏതെങ്കിലും ട്യൂമർ വന്നിട്ട് ഇവരെ കംപ്രസ് ചെയ്തേക്കാം, ട്യൂമേഴ്സ്.
അപ്പോൾ ഇയാളെ ഒന്നിക്കൽ ത്രോംബസ് വന്ന് ഒക്ലൂഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു എംബോളസ്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ട്യൂമർ വളരുന്നുണ്ടെങ്കിൽ ആ ട്യൂമർ, ഇപ്പോൾ ഒരു ട്യൂമർ ഇവിടെ വളരുന്നെങ്കിൽ ആ ട്യൂമർ വളർന്ന് ഈ രണ്ടാളെയും ഒക്ലൂഡ് ചെയ്തേക്കാം, അങ്ങനെ ഒരു പ്രശ്നം വന്നേക്കാം. അപ്പോൾ ഇതാണ് കോസസ്. ഒന്നിക്കൽ ആർട്ടീരിയലിലാണെങ്കിൽ ആ ഒരു എങ്ങനെയാണ് ആർട്ടറി ഒക്ലൂഡ് ആവുന്നത്, ത്രോംബസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, അതെന്ന് വെച്ചാൽ ഒരു മാസ്സാണ്. ആ മാസ് പിന്നെ ഇങ്ങനെ സർക്കുലേഷൻ ഫൈബറിനോ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊരു മാസ് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ബ്ലഡ് വെസൽസിനൊക്കെ ഒക്ലൂഡ് ചെയ്യുന്നത്, അതാണ് ത്രോംബസ്. എംബോളസ് എന്ന് വെച്ചാൽ അത് ബ്ലഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ആവും, ലോഡ്ജ് ആവും അത്. പിന്നെ അപ്പോൾ ട്യൂമർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു മാലിഗ്നൻസി. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ഇതൊരു വെസലാണെന്ന് വിചാരിക്കും. ഇതൊരു വെസലാണെങ്കിൽ ഈ വെസലിൻ്റെ വെസൽ വാളിൽ എന്തുണ്ടാവും, അതെറോസ്ക്ലിറോട്ടിക് പ്ലേഗ് വന്നേക്കാം. അപ്പോൾ ഈ അതെറോസ്ക്ലിറോട്ടിക് പ്ലേഗ് വന്നിട്ടും ഇതേ പ്രശ്നം ഉണ്ടാക്കും. കാരണം അതൊരു ഒബ്സ്ട്രക്ഷനാണ്, ഇങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈക്ക് ഒബ്സ്ട്രക്ഷനാണ് ഈ അതെറോസ്ക്ലിറോട്ടിക് പ്ലേഗ് അല്ലേ, ബ്ലഡ് സപ്ലൈ പോകുന്നില്ല ഈ സാധനം വന്നിട്ട് അത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഹെർണിയയിൽ ഇപ്പോൾ ഒരു ബ്ലഡ് വെസൽ ഏതെങ്കിലും തരത്തിൽ ആ ഹെർണിയയിൽ എന്താ പറയുക കുടുങ്ങിപ്പോയി, ഹെർണിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ എൻട്രാപ്മെൻറ്റ് നടന്നിട്ട് ഒരു ബ്ലഡ് വെസൽ ഇതിനകത്ത് കുടുങ്ങിപ്പോയി. അതും എന്തുണ്ടാക്കും, ഇതേപോലെ എന്താ പറയുക ഇൻഫെക്ഷനോ, കാര്യം അവിടെയും ഏത് കുടുങ്ങിപ്പോയില്ല, ബ്ലഡ് സപ്ലൈ കട്ടായി. അടുത്തെന്ന് വെച്ചാൽ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രം എന്ന് പറയുമ്പോൾ അത് ഓർത്തോപീഡിക്സിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മുടെ ആൻറ്റീരിയർ ടിബിയൽ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രം അത് വളരെ കോമൺ ആയിട്ടൊരു സംഭവം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഫ്രാക്ചറൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു പെർഫ്യൂഷൻ പ്രഷറൊക്കെ ഉണ്ട്. അപ്പോൾ ആ പെർഫ്യൂഷൻ പ്രഷർ കൂടിയിട്ട് ഇതിനകത്തുള്ള നെർവ്സും വെസൽസും അതിനൊക്കെ പ്രഷർ കൂടിയിട്ട് കംപ്രഷൻ ഉണ്ടാവും. അങ്ങനെ ബ്ലഡ് സപ്ലൈ കുറയും, ഇസ്കീമിയ വരും. അത് കാരണം അടുത്ത മസിൽസിനായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കുറയും. അപ്പം കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രം കാരണം എന്തുണ്ടാവും, ഇതേപോലെ ഇൻഫെക്ഷൻ ഉണ്ടായേക്കാം. അപ്പം എന്തൊക്കെയാണ് കോസസ്, ത്രോംബസ്, എംബോളസ്, ട്യൂമർ, പിന്നെ എന്തെങ്കിലും കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലേഗുകൾ, അതെറോസ്ക്ലെറോട്ടിക് പ്ലേഗ്, അതുപോലെ തന്നെ ഹെർണിയൽ സാക്കിൽ എൻട്രാപ്മെൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഡിസെക്റ്റിംഗ് അയോട്ടിക് അന്യൂറിസം പോലുള്ള കാര്യങ്ങൾ അത്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് കോസസ്. അപ്പം അടുത്തെന്ന് വെച്ചാൽ ഇപ്പം ഏതെങ്കിലും ഒരു വെസലിന് അറിയാണ്ട് ട്വിസ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ, അപ്പം ആ വെസൽ ഇങ്ങനെ എന്താ പറയുക ട്വിസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും ബ്ലഡ് സപ്ലൈ ഇമ്പയർ ആവും അത്. അപ്പം ഏതൊക്കെ തരത്തിൽ ഇസ്കീമിക് നെക്രോസിസ് ഉണ്ടാകുന്നു, ഒരു ടിഷ്യൂയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവുന്നു, അവിടെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോസസ് ഓഫ് എൻ ഇൻഫെക്ഷൻ, ആർട്ടീരിയൽ വീനസ് കോസ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മളിതിൻ്റെ കോസസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പറയേണ്ടത് അതിൻ്റെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദി ഔട്ട്കം ഓഫ് എൻ ഇൻഫെക്ഷൻ. അതായത് ഇപ്പം ഇതൊരു ടിഷ്യൂ ആണെന്ന് വിചാരിക്കും, ഈ ടിഷ്യൂവിൽ എന്തുണ്ടായി, ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് വിചാരിക്കും, ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻഫെക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഈ ഇൻഫെക്ഷൻ്റെ ഔട്ട്കമ്മിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദി ഔട്ട്കം ഓഫ് ഇൻഫെക്റ്റ്. നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഔട്ട്കമ്മിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന്. ആദ്യമേ തന്നെ ഇതിൻ്റെ നോർമൽ അനാറ്റമിയാണ്. അപ്പം അത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നല്ലോണം മനസ്സിലാവും. ഇപ്പോൾ ഇത് കിഡ്നിയാണെന്ന് വിചാരിക്കും, കിഡ്നി. ഇനി അടുത്തത് ഇത് ലിവറാണെന്ന് വിചാരിക്കും, ലിവർ റഫ് ഡയഗ്രാം വരച്ചതാണ് ലിവർ. അപ്പോൾ ഇപ്പോൾ ലിവറിൻ്റെ കേസിലാണെങ്കിൽ ഇതിന് മൾട്ടിപ്പിൾ ബ്ലഡ് സപ്ലൈ ഉണ്ട് അല്ലേ, പിന്നെ അപ്പോൾ ഒരുപാട് പാരലൽ സർക്കുലേഷനുണ്ട് അല്ലേ. അതിപ്പോൾ എന്താ പറയുക വളരെ നല്ല റിച്ച് ബ്ലഡ് സപ്ലൈ ഉള്ള ഒരാളാണ് ലിവർ. അതുപോലെ തന്നെയാണ് ലിവർ മാത്രമല്ല ലങ്സ്, പിന്നെ അങ്ങനത്തെ ഓർഗൻസൊക്കെ നല്ല ഒരുപാട് ബ്ലഡ് സപ്ലൈ ഉണ്ട് ഇതിന്. അടുത്തത് മറ്റൊരാളെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാണിച്ചത് കിഡ്നിയാണ്. ഇതിന് കുറേ എൻഡ് ആർട്ടറീസൊക്കെ ഉള്ള സെറ്റപ്പാണ്, അത്ര മൾട്ടിപ്പിൾ ബ്ലഡ് സപ്ലൈ ഒന്നും ഇതില്ല. അതുപോലെ തന്നെ കൊളാട്രൽസും വളരെ കുറവാണ്, കിഡ്നി മാത്രമല്ല സ്പ്ലീന് പോലുള്ള ഓർഗൻസിന്. അപ്പോൾ ഇങ്ങനത്തെ ഓർഗൻസിൻ്റെ കേസിൽ ഇപ്പോൾ ഇയാൾ കട്ടായി എന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും ഇവിടെ വേറെ കുറേ വഴിയുണ്ട് ബ്ലഡിന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലഡ് ഇതിലൂടെയൊക്കെ പോകും. അപ്പോൾ ഇതിനെ അത്രയ്ക്ക് അഫക്റ്റ് ചെയ്യില്ല ഇൻഫെക്ഷൻ, ലിവറിന് അതുപോലെ ലങ്സിനും അത്രയ്ക്ക് ഇൻഫെക്ഷൻ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ ഇതിനെ അഫക്റ്റ് ചെയ്ത് വിചാരിക്കും, ഇവിടെ കൊളാട്രൽ സർക്കുലേഷൻ അത്രയ്ക്കൊന്നും ഇല്ല, ഇതിന് എൻഡ് ആർട്ടറീസാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇയാളെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് എന്താ പറയുക ഫാക്ടർ, അനാറ്റമി ഓഫ് ദി ഓർഗൻ. ഇപ്പോൾ ഇതിന് ഒരുപാട് മൾട്ടിപ്പിൾ ബ്ലഡ് സപ്ലൈ ഉള്ളൊരു ഓർഗനൊക്കെ ആണെങ്കിൽ അത്രയ്ക്കൊന്നും അഫക്റ്റ് ചെയ്യില്ല. അതേസമയം ഒരുപാട് ബ്ലഡ് സപ്ലൈ ഇല്ലാണ്ട് എൻഡ് ആർട്ടറീസൊക്കെ സപ്ലൈ ചെയ്യുന്ന ഓർഗൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫെക്ഷൻ നല്ലോണം അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ, നോർമൽ അനാറ്റമി. രണ്ടാമത്തെ കാര്യം വെച്ചാൽ
ഒക്ലൂഷൻ റേറ്റ് ഇപ്പോൾ വളരെ മെല്ലെയാണ് ഒക്ലൂഷൻ നടക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓർഗൻ ഏതാണോ അയാൾക്ക് ഒരു എന്താ പറയുക ഒരു ആൾട്ടർനേറ്റീവ് പാത്വേ ഒക്കെ ഉണ്ടാക്കാൻ ടൈമുണ്ട്. വളരെ സ്ലോ റേറ്റിലാണെങ്കിൽ ഒക്ലൂഷൻ നടക്കുന്നതെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കൊളാറ്ററൽ പാത്വേ അതിന് ടൈമുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണം. അതായത് ഒക്ലൂഷൻ റേറ്റ് സ്ലോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓർഗന് മറ്റൊരു ആൾട്ടർനേറ്റീവ് പാത്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ടൈം കിട്ടും അവിടെ. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഹൈപ്പോക്സിയോടുള്ള റെസ്പോൺസ്. അത് ന്യൂറോൺസിൻ്റെ കേസിലാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ന്യൂറോൺസിന് ഇപ്പം ബ്ലഡ് സപ്ലൈ ഇല്ല എന്ന് വിചാരിക്കും, ബ്ലഡ് സപ്ലൈ കട്ടായി, അതിനാകപ്പാടൊരു 3-4 മിനിറ്റ് മാത്രമേ താങ്ങാൻ പറ്റൂ. അതായത് 3-4 മിനിറ്റ് തന്നെ ഒക്ലൂഡ് ആയി എന്ന് വിചാരിക്കുക, അപ്പം തന്നെ അത് ഡാമേജ് ആയിപ്പോവും. ന്യൂറോൺസ് വളരെ സെൻസിറ്റീവാണ്. അതേസമയം ഇപ്പം ഒരു കാർഡിയാക് ആയിട്ടുള്ള ടിഷ്യൂലോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ കാർഡിയാക് ടിഷ്യൂലാണെങ്കിൽ ഒരു 30 to 40 മിനിറ്റ് അത് നിൽക്കും. പക്ഷേ ന്യൂറോൺസിൻ്റെ കേസിൽ ഒരു ഇറിവേഴ്സിബിൾ നെക്രോസിസ് ഉണ്ടാവും. അപ്പം അതാണ് അടുത്തത്, റെസ്പോൺസ് ടു ഹൈപ്പോക്സിയ. ന്യൂറോൺസൊക്കെ വളരെ എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂവാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഒരു 3 മിനിറ്റ് തന്നെ അതിൻ്റെ ബ്ലഡ് സപ്ലൈ കട്ടായി വിചാരിക്കുക, ഇൻഫാക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഡാമേജ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഹാർട്ടിൻ്റെ കേസാണ്, മയോകാർഡിലൊക്കെ ആണെങ്കിൽ 30 to 40 മിനിറ്റ്സ് ആ ഒരു ടൈമിൽ സെൽ ഡെത്ത് നടക്കും. അത്രയും അതായത് ചെറിയൊരു 30 മിനിറ്റ് വരെ അത് താങ്ങാൻ പറ്റും. പക്ഷേ ന്യൂറോൺസിന് അതുപോലും പറ്റില്ല, വളരെ സെൻസിറ്റീവാണ്. അടുത്തതെന്ന് വെച്ചാൽ ഇപ്പം സൈനോട്ടിക് അനേമിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു നോർമൽ ഇൻഡിവിജ്വലിന് അപേക്ഷിച്ച് ഒരു അനേമിക്കോ സൈനോട്ടിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത എന്താ പറയുക ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദി ഔട്ട്കം ഓഫ് ആൻ ഇൻഫാക്ട്. അനാട്ടമി പറഞ്ഞു, ഒക്ലൂഷൻ റേറ്റ് പറഞ്ഞു, പിന്നെ റെസ്പോൺസ് ടു ഹൈപ്പോക്സിയ അല്ലെങ്കിൽ വൾനറബിലിറ്റി ടു ഹൈപ്പോക്സിയ. ഇനി ഇതിൻ്റെ മോർഫോളജിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. മോർഫോളജി പറയുമ്പോൾ ഇനി 2 ഡയഗ്രം കാണിച്ചിട്ടുണ്ട്, ഇതുണ്ടല്ലേ. വി ഹാവ് ദി റെഡ് ഇൻഫാക്ട് ആൻഡ് വി ഹാവ് ദി വൈറ്റ് ഇൻഫാക്ട്. അതായത് ഒരാളെ ഹിമോറാജിക് ഇൻഫാക്ട് എന്ന് വിളിക്കും, മറ്റേ ആളെ അനീമിക് ഇൻഫാക്ട് എന്ന് വിളിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഒരു ഇൻഫാക്ഷൻ എങ്ങനെ ഫൈബ്രോസിസിലോട്ട് സ്കാർ ഫോർമേഷനിലോട്ട് പോയി എന്നാണ്. അതാണ് ഈ ഡയഗ്രം കാണിച്ചിട്ടുള്ളത്. സ്കാർ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ റെഡും ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ആൾ കൂടി ഞാൻ പറഞ്ഞുതരാം, സെപ്റ്റിക് ഇൻഫാക്റ്റ് പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡ് ഇൻഫാക്റ്റ് എന്ന് തുടങ്ങാം. റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീനസ് ഒക്ലൂഷൻ കാരണം ഉണ്ടാകുന്നതാണ് റെഡ് ഇൻഫാക്റ്റ്. റെഡ് ഇൻഫാക്റ്റ്. അതുപോലെ തന്നെ റെഡ് എന്ന് പറയുമ്പം അതായത് റെഡ് പറഞ്ഞില്ലേ, അപ്പോൾ എന്തായിരിക്കും ഇത് ലൂസ് ടിഷ്യൂസ് ആയിരിക്കും, ലൂസ് ടിഷ്യൂ. അപ്പോൾ ലൂസ് ടിഷ്യൂ ആയതുകൊണ്ടായിരിക്കും ഈ RBCക്ക് അതിനുള്ള സീപ്പേജ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഇറങ്ങിപ്പോകാൻ പറ്റും. ഇറങ്ങിപ്പോയിട്ട് ആ ഒരു നെക്രോട്ടിക് ഏരിയയിൽ അക്യുമുലേറ്റ് ചെയ്യും. അത് കാരണം റെഡ് ഇൻഫാക്റ്റ് വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കണം, ഇവിടെ ഡെൻസ് ടിഷ്യൂ ആയിരിക്കും വൈറ്റിൽ. അതുകൊണ്ട് എന്താ RBCക്ക് സീപ്പേജ് നടക്കില്ല. അത് കാരണം ആ കളറില്ലല്ലോ, പെയിലായില്ലേ, ഇയാൾ പെയിലാണ് ഇയാൾ കുറച്ചും കൂടി ഡാർക്കാണ്. ആ ഡയഗ്രത്തിൽ തന്നെ ഇത് മനസ്സിലാവുന്നില്ലേ. പിന്നെ ഇത് കണ്ടില്ലേ, ഹിമോറാജിക്ക് റെഡ് ഇൻഫാക്റ്റ്, പക്ഷേ മറ്റേത് പെയിൽ ഇൻഫാക്റ്റ്. ഇത് കണ്ടില്ലേ, പക്ഷേ ഫീച്ചേഴ്സ് പറയാനുണ്ട്. അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. റെഡ് എന്ന് വെച്ചാൽ വീനസ് ഒക്ലൂഷൻ കാരണമാണ്, അത് ലൂസ് ടിഷ്യൂലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റെഡ് ഇൻഫാക്റ്റ് എന്ന് പറയുന്ന സാധനം ഡബിൾ സർക്കുലേഷനൊക്കെ ഉള്ള കേസിലാണ് കണ്ടുവരിക. ഇപ്പോൾ അതിൽ ഇവിടെ ഡബിൾ സർക്കുലേഷനൊക്കെ ഉള്ള ടിഷ്യൂസിലാണ് റെഡ് ഇൻഫാക്ഷൻ കണ്ടുവരിക. അപ്പോൾ ഇയാൾ എന്തായിരിക്കും, ഇയാൾ എൻഡ് ആർട്ടറീസ് ഉള്ളതിലായിരിക്കും കണ്ടുവരിക, വൈറ്റ് ഇൻഫാക്റ്റ്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അപ്പോൾ ഡബിൾ സർക്കുലേഷൻ സ്ഥലത്താണ് ഏതുണ്ടാവുക, റെഡ് ഇൻഫാക്റ്റ് ഉണ്ടാവുക. വൈറ്റ് എന്ന് വെച്ചാൽ എൻഡ് ആർട്ടറീസ്, അങ്ങനെ ഡുവൽ സപ്ലൈ ഒന്നും ഇല്ല അയാൾക്ക്, ആ സ്ഥലത്താണ് വൈറ്റ് ഇൻഫാക്റ്റ് കണ്ടുവരിക. പിന്നെ വൈറ്റ് എന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഈ ഡയഗ്രത്തിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആകുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ വളരെ ഷാർപ്പാണ്. വൈറ്റ് ഇൻഫാക്റ്റിൻ്റെ കേസിൽ അതിന് ഷാർപ്പ് ബോർഡേഴ്സാണ്. മാത്രമല്ല വെഡ്ജ് ഷേപ്പ്ഡാണ്. അപ്പോൾ ചിന്തിക്കണം, ഹിസ്റ്റോളജി പറയുമ്പം അത് നെക്രോസിസിലോട്ടാണ് പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് നെക്രോസിസ്, ഇസ്കെമിക് കോയാഗുലേറ്റീവ് നെക്രോസിസ് വെഡ്ജ് ഷേപ്പ്ഡാണ് അല്ലേ. അപ്പോൾ പറയാം, അപ്പോൾ അത് വെഡ്ജ് ഷേപ്പ്ഡാണ്. ഏത് ഇൻഫാക്റ്റാണ് വെഡ്ജ് ഷേപ്പ്ഡ്, വൈറ്റ് ഇൻഫാക്റ്റ്. പിന്നെ അതായത് അതിൻ്റെ ബോർഡേഴ്സൊക്കെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാര്യം അത് ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാകുന്നത് ആ ബോർഡേഴ്സിൽ. അങ്ങനെ ഇനി റെഡ് ഇൻഫാക്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഇതിലും ഇൻഫ്ലമേഷൻ ഉണ്ടാവും, പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാക്കും, അങ്ങനെ ഇത് ലാസ്റ്റ് സ്കാർ ഫോർമേഷനിലോട്ടൊക്കെ പോകും.
ഗ്രാനുലേഷൻ ലാസ്റ്റ് സ്കാർ ഫോർമേഷനൊക്കെ പോകില്ലേ, നമ്മൾ ഇൻഫ്ലമേഷൻസ് അതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, ഈ ഡയഗ്രാം കണ്ടില്ലേ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ സ്കാർ ഫോർമേഷൻ റോബിൻസിലത്തൊരു ഡയഗ്രാമാണ്. ഇതിലെന്ന് വെച്ചാൽ ഇത് കിഡ്നീൻ്റെ ഒരു ഇൻഫെക്ഷനാണ്, പക്ഷേ ഇവിടെ ഒരു ലാർജ് ഫൈബ്രോട്ടിക് സ്കാർ ഉണ്ട്. അങ്ങനെ അത് പറഞ്ഞു. ഇനി അടുത്തപ്പോൾ റെഡ് ഇൻഫെക്ഷനെ കുറിച്ചും മറ്റേ വൈറ്റ് ഇൻഫെക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. ഡെൻസ് ടിഷ്യൂസിൽ വൈറ്റ്, മറ്റേതിൽ ലൂസ് ടിഷ്യൂസിൽ. കാര്യം ആ പേരിൽ തന്നെ എക്സ്പ്ലെയിൻഡ് ആണ്, ഡെൻസും ലൂസും. പിന്നെ ഇതിൽ ഡബിൾ സർക്കുലേഷൻ്റെ ആ സ്ഥലത്താണ് ഏത് റെഡ് ഇൻഫാക്റ്റ് ഉണ്ടാവുക, അത് സ്കാർ ഫോർമേഷനൊക്കെ ലീഡ് ചെയ്യും. വൈറ്റ് ആണെങ്കിൽ പെയിലായിരിക്കും. എൻഡ് ആർട്ടറീസ് ഒക്കെ ഉള്ളതിൽ വെഡ്ജ് ഷേപ്ഡ് ആവും. അതിൻ്റെ ബോർഡേഴ്സൊക്കെ പ്രോമിനൻ്റ് ആയിരിക്കും. ഹൈപ്പറീമിയ അതുപോലെ തന്നെ ഇൻഫ്ലമേഷനൊക്കെ ഉള്ളതുകൊണ്ട് പ്രോമിനൻറ്റ് ബോർഡേഴ്സ് ആയിരിക്കും. ഏതിന് വെൽ ഡിഫൈൻഡ് ആയിരിക്കും വൈറ്റ് ഇൻഫാക്റ്റ്. അടുത്ത ഈ സെപ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം അതെന്ന് വെച്ചാൽ ഇപ്പം ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് അങ്ങനെ അതിലൊക്കെ വരുന്നതാണ് ഈ സെപ്റ്റിക് ഇൻഫെക്ഷൻ. ഇപ്പം വെജിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്നില്ലേ നമ്മുടെ ഈ വാൾവിലൊക്കെ, അതൊക്കെ ഉള്ളതിൽ. അപ്പം സെപ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, അതിൽ ബാക്ടീരിയ, ഫംഗസ് അതൊക്കെ കാരണം സെപ്റ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് സെപ്റ്റിക് ഇൻഫെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. ഇനി ഹിസ്റ്റോളജിക്കലി പറയുമ്പോൾ എന്തായിരിക്കും, തീർച്ചയായിട്ടും നെക്രോസിസ് ആണ്. നെക്രോസിസ് പറയുമ്പോൾ ഇതിൽ ഇസ്കീമിക് കോയഗുലേറ്റ് നെക്രോസിസ് ആണ് കണ്ടുവരിക. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോയഗുലേറ്റ് നെക്രോസിൽ ഇൻഫാക്ഷൻ ടിപ്പിക്കൽ എക്സാമ്പിൾ അല്ലേ. അതിൻ്റെ മോർഫോളജി പ്രിസർവ്ഡ് ആണ്. ബ്ലഡ് സപ്ലൈ ഇസ്കീമി ഉണ്ടാവും, ബ്ലഡ് സപ്ലൈ പോവും അല്ലേ, നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ വെഡ്ജ് ഷേപ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഹിസ്റ്റോളജി മൈക്രോസ്കോപ്പി പറയുമ്പം CNS-ലാണെങ്കിൽ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് ആണ്, അല്ലാണ്ട് കോയഗുലേറ്റ് നെക്രോസിസ് അല്ല. അവിടെ ഒരു എന്താ പറയുക, എൻസൈംസ് ഒക്കെ ആക്ട് ചെയ്ത് ഒരു സോഫ്റ്റ് ടിഷ്യൂ ലിക്വിഡാക്കി മാറ്റുക. അപ്പോൾ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇൻഫാക്ഷനെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ മോർഫോളജി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പി. അപ്പം ഈ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഇൻഫാക്ഷൻ. അതിൽ ആദ്യമേ തന്നെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏതാണ് കോമൺ ടൈപ്സ് ഓഫ് ഇൻഫാക്ഷൻ പറഞ്ഞു. പിന്നെ അടുത്തത് അതിൻ്റെ കോസസ്, ആർട്ടീരിയൽ ആൻഡ് വീനസ് കോസസ് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അടുത്തത് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്, അതായത് ഈ ഒരു ഇൻഫാക്ഷൻ്റെ ഔട്ട്കമ്മിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. അനാട്ടമി, കോമൺ അനാട്ടമി ഓഫ് നോർക്ക്, പിന്നെ ഒക്ലൂഷൻ റേറ്റ്, പിന്നെ ഹൈപ്പോക്സിനായിട്ടുള്ള റെസ്പോൺസ് അത്. പിന്നെ അടുത്തത് അതിൻ്റെ ടൈപ്സ് അല്ലേ, റെഡ്, വൈറ്റ്, സെപ്റ്റിക്. റെഡും വൈറ്റും ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അതിൽ റെഡ് എന്ന് പറഞ്ഞാൽ വീനസ് ഒക്ലൂഷൻ, മറ്റേതെന്ന് വെച്ചാൽ ആർട്ടീരിയൽ ഒക്ലൂഷൻ കാരണമാണ് വൈറ്റ് ഇൻഫാക്ഷൻസ് ഉണ്ടാവുക. പിന്നെ അതിൽ ഡെൻസ് ടിഷ്യൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, RBC എങ്ങനെ സീപ്പേജ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. ലൂസ് ടിഷ്യൂലാണ് റെഡ് ഉണ്ടാകുന്നത്, അപ്പോൾ അതിലാണ് സീപ്പേജ് ഉണ്ടാകുന്നത്. ലൂസ് ടിഷ്യൂലാണ് റെഡ് ഉണ്ടാകുന്നത്, അതിൽ സീപ്പേജ് ഉണ്ടാകുന്നുണ്ട്. വൈറ്റിൽ സീപ്പേജ് ഉണ്ടാകുന്നില്ല, കാരണം ഡെൻസ് ടിഷ്യൂസിലാണ്. പിന്നെ ഡബിൾ സർക്കുലേഷൻ ഇതിൽ എൻഡ് ആർട്ടറീസിലാണ് വരുന്നത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അടുത്തത് ഇതിൻ്റെ ഹിസ്റ്റോളജി, അതായത് മൈക്രോസ്കോപ്പി ഞാൻ പറഞ്ഞു. അതിൽ നെക്രോസിസ് ആണ്, ഇസ്കീമിക് കോയഗുലേറ്റ് നെക്രോസിസ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ CNS-ലൊക്കെ ആണെങ്കിൽ അത് ലിക്വിഫാക്ട് നെക്രോസിസ്, അല്ലാണ്ട് കോയഗുലേറ്റ് നെക്രോസിസ് അല്ല. അപ്പോൾ ഇത്രയാണ് ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.